ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലീറ്റഡ് നൈറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ്, അതായത് സ്റ്റിച്ചിങ് പാർട്ട്. ഇതിൻ്റെ കട്ടിങ് പാർട്ട് നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ യോക്ക് പാർട്ടിൽ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സെയിം അളവിൽ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തയ്ക്കുന്നത് സെൻറ്ററിലത്തെ ആ പീസാണ്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചു. 4 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന തയ്യൽ തുമ്പ്. അതെടുത്തിട്ട് നമുക്കൊന്ന് തയ്ക്കാം. നമ്മൾ തയ്ച്ചെടുത്ത ഈ പീസിൻ്റെ ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ല വശം മറക്കുകയാണ്. എന്നിട്ട് ഇവിടെ പതിച്ചടിക്കാനായിട്ട് 2 സ്റ്റിച്ച് കൊടുക്കാം. ലേസ് വെക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിലെ പീസ് ഇതിന് വെച്ച് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആ 5 ഇഞ്ചിൻ്റെ മാർക്കിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതിനോട് ചേർത്ത് വയ്ക്കുക ഈ നടുവിലത്തെ പീസ്. എന്നിട്ട് മെയിൻ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് തയ്ച്ചു കൊടുക്കുക. ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല നീറ്റായിട്ടിരിക്കും, കണ്ടോ. എന്നിട്ട് ഇവിടെയും 2 സ്റ്റിച്ച് കൊടുക്കുക. ഈ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം. ഇനി ബാക്ക് നെക്ക് തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിരിക്കുകയാണ്. 4 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ്. ഇതിലൂടെ തയ്ക്കാം. ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഈ ക്രോസ് പീസിൻ്റെ അരികുവശം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് 2 ഷോൾഡറുകൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. ആ ക്രോസ് പീസിനെ ഇങ്ങോട്ടൊന്ന് മടക്കി പിടിക്കുക. എന്നിട്ട് 1/2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ്, അതിലൂടെ തയ്ച്ചു പോവാം. ബാക്ക് നെക്കിലും നമുക്ക് 2 പ്രാവശ്യം തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിനെ യോക്കുമായിട്ട് യോജിപ്പിക്കണം. അതിന് മുൻപായിട്ട് ഇതിൽ നമുക്ക് കുറച്ച് ഞൊറിവുകൾ ഇട്ട് കൊടുക്കണം. ഈ തുണിയുടെ അളവനുസരിച്ച് വളരെ കുറച്ച് പ്ലീറ്റ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒന്നുകിൽ നമുക്കത് ഫ്രണ്ടിൽ മാത്രം ആക്കിയിടാം, അതല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച്. ഈ സെൻറ്റർ മുതൽ ഈ ഒരു പോയിന്റ് വരെ അത്രയാണ് നമുക്ക് ഞൊറിവുകൾ ഇടാനുള്ള സ്പേസ്. തയ്ക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് വെക്കേണ്ടത്. അതിന് മുൻപ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഹുക്കോ സിബോ വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ലീവ് വയ്ക്കുന്നത്.
ഞാനിതിൽ സിബാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിബിന് ഇറക്കത്തിനനുസരിച്ചുള്ള ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ പുറകിലൊക്കെ സിബ് വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ തുണിയുടെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വയ്ക്കുക. 1/4 ഇഞ്ചിലും കുറഞ്ഞ ഒരു അളവെടുത്തിട്ട് നമ്മൾ തയ്ക്കുകയാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ 2 സ്റ്റിച്ചിന് നടുവിൽ കൂടെ സ്റ്റിച്ചിലൊന്നും പെടാതെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്യുന്നത് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഇതിനെ താഴത്തേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഈ ചെറിയ തയ്യൽ തുമ്പിലേക്ക് ഇതിനെ ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുകയാണ്. ഈ തുണിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് തയ്ക്കാം. ഇങ്ങനെ വെക്കുക. ഇതിനോട് ചേർന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഒരു ഹുക്കുമായും തുന്നി പിടിപ്പിക്കണം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ഓപ്പൺ നമ്മളൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന അളവനുസരിച്ച് സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.